വലിയ ശൈഖുനയുണ്ട്. ഈ ഹാളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രയാസം മാറാൻ വേണ്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ, ഉത്തരം ചെയ്യും. ജീവിച്ചിരിക്കുമ്പോൾ കഴിയാത്തൊരു കാര്യം എങ്ങനെയാണ് ഒരാൾക്ക് മരിച്ചാൽ ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ എൻ്റെ ഈ അങ്ങാടിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരോട് സ്നേഹത്തോടെ ചോദിക്കുകയാണ്, അള്ളാന്റെ ദീനെന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം. നബിനോടാ പറയുന്നത്, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം. ലോകത്തെ അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞു. ഖുൽ നബിയെ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരാളോടും ഞാൻ പങ്കു ചേർക്കൂല. പക്ഷേ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരാണ്, ആലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകൾ, അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് നമ്മൾ സാധാരണക്കാരായ ആളുകൾ ആരും നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളൊന്നും അള്ളാഹിനോട് നേരിട്ട് പറയും. ഞാൻ എൻ്റെ സംസാരത്തിന് ഒന്നുകൂടി ക്ലിയർ കിട്ടാൻ, നിങ്ങൾക്കൊന്ന് വ്യക്തമാകാൻ ഞാൻ ആ ശബ്ദം ഒന്ന് കേൾപ്പിക്കാം. ഒരു അൻവരി പ്രസംഗിക്കുന്ന പ്രഭാഷണം ഒന്ന് കേൾപ്പിക്കാം. പൊന്നാനി വലിയ മഹദൂം, വലിയ പണ്ഡിതനല്ലേ, അവര് നമുക്ക് നൽകിയ വലിയൊരു സമ്മാനം എന്താണ്? മങ്കൂസ് മൗലിദ്. അതിലെന്താ യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. മുത്തുനബിനെ വിളിച്ച് സഹായം തേടുകയാണ്. കണ്ടോ, അള്ളാഹുവിനോട് നേർക്കുനേരെ ഇങ്ങനെ തേടാനല്ല ഈ വലിയ വലിയ ഇമാമിയങ്ങളും ഉലമാവും നമുക്ക് ബോധം നൽകിയത്. അപ്പോൾ മങ്കൂസ് അത് ഒരു പുണ്യാണോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒരു അപായത്തിലാണ്. കാരണം വലിയ വലിയ പണ്ഡിതന്മാർ അവരാണിത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖാദി മുഹമ്മദ്, അവർ മുഹിയുദ്ദീൻ മാല കേരള ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനം എന്താ? മുഹിയുദ്ദീൻ മാലയാണ്. അള്ളാഹ് ഉണ്ട് എന്ന് നന്നായി അറിയുന്നവരാണല്ലോ അവർ. അടിമകൾ അള്ളാഹുവിനോട് ബന്ധപ്പെടേണ്ടതിന് മര്യാദ എന്ത്, ഏത് വഴിയിൽ കൂടി ഇവർ സഞ്ചരിക്കണം, അതാണ് ഇമാമിങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നത്. സമസ്തയുടെ സെക്രട്ടറിയായ പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്രിയാർ അവർ കുത്തുബിയത്ത് രചിച്ചു. അവന് ഔസുല്ലാദവനെ വിളിക്കാൻ വേണ്ടി നമ്മോട് പഠിപ്പിക്കുകയാണ്. അവർ കുത്തുബിയത്ത് രചിച്ചു. അവന് ഔസുല്ലാദവനെ വിളിക്കാൻ വേണ്ടി നമ്മോട് പഠിപ്പിക്കുകയാണ്. വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്നവരൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചത് അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനല്ല. അതന്നെയാണ് അതിന്റെ പ്രശ്നം. ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ആദ്യത്തെ മാതൃക ആരാ? ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹ് അനുഗ്രഹിച്ചവരാ നബിമാര്. ആ നബിമാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചപ്പോൾ അവർ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചിരുന്നോ? ഉണ്ടല്ലോ. അതൻ നബി, ആദ്യമ പ്രവാചകൻ അതൻ നബി അലൈഹിസ്സലാം, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, പടച്ചോനെ പുറത്ത് തന്നെ. നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ ജനങ്ങളോട് പറയുന്നത്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നന്നായി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കരുത് എന്നല്ല പറഞ്ഞ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ.